ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന ചില ആനുകാലിക സംഭവങ്ങളെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു രാജ്യമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഇസ്രായേൽ ലോകത്തിൻ്റെ നെറുകയിൽ ഒരു അത്ഭുതമാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അത്ഭുതമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്? ഇന്ന് ലെബനോൻ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളും പല ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ അവർക്കെതിരെ ഭീഷണിയായി നിൽക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെയും പല വീഡിയോകളിൽ കണ്ടതാണ്. ഇസ്രായേലിൻ്റെ എതിരെ, അവരുടെ ജെറുസലേമിനെതിരെ അനേകം മിസൈലുകൾ വരുന്ന വീഡിയോകൾ നമ്മൾ കണ്ട് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ്. ലെബനോൻ, അതുപോലെ തന്നെ ഹമാസ്, ഇവരൊക്കെ ഇസ്രായേലിനെതിരെ തൊടുത്തുവിടുന്ന ഈ മിസൈലുകൾ, അതായത് സൂസൈഡ് ഡ്രോണുകൾ അടക്കം ഏതാണ്ട് 10,000 രൂപയിൽ താഴെയുള്ള എലിവാണങ്ങൾ വരെയാണ് അവർ ഇസ്രായേലിനെതിരെ അയച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇസ്രായേലിൻ്റെ അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നും മാത്രമല്ല, അവരുടെ ആകാശത്ത് വെച്ച് തന്നെ ഇതൊക്കെ നശിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മളിതൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെയും വളരെ യാദൃച്ഛികമാണ് എന്ന് നമ്മൾ ചിന്തിക്കും. ഇതൊന്നും യാദൃച്ഛികമല്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഇതൊന്നും വളരെ യാദൃച്ഛികമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ അല്ല. ഇതൊന്നും തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിനക്കെതിരായി വരുന്ന ആയുധം ഫലിക്കയില്ല. നിനക്കെതിരായി വരുന്ന ആയുധം ഫലിക്കയില്ല. കൊല്ലനെയും സംഹാരകനെയും സൃഷ്ടിച്ചത് ഞാനാണ്. നിനക്കെതിരായി വരുന്ന ആയുധം ഫലിക്കയില്ല. ഇസ്രായേൽ വളരെ സ്പെഷ്യലായിട്ടുള്ള രാജ്യമാണ്. അത് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അവർ ഇന്നും ലോകത്തിൻ്റെ മുന്നിൽ ഒരു അത്ഭുതമായി നിലനിൽക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ യഹൂദൻ എന്തുകൊണ്ട് മടങ്ങിപ്പോയി എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ കൊച്ചി ജൂതത്തെരുവും ജൂതപ്പള്ളിയൊക്കെ ഒന്ന് സന്ദർശിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. വളരെ മനോഹരമാകുന്ന ഒരു പ്രദേശമാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളിയും അതിൻ്റെ പരിസര ഭാഗങ്ങളും. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും മനോഹരമാകുന്ന, ഇത്രയും സൗകര്യമുള്ള അവിടുത്തെ കടകളും അവിടെയുള്ള വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളൊക്കെ യഹൂദൻ്റെ ആയിരുന്നു. അതെല്ലാം അവരിട്ടിട്ട് വളരെ ഇടുങ്ങിയ ഒരു ജീവിത മാർഗത്തിലേക്ക്, ഇസ്രായേലിലേക്ക് അവർ മടങ്ങിപ്പോയി. ഇപ്പോൾ അനേകം ആൾക്കാരൊന്നുമില്ല. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കൊച്ചിയിൽ. ഇപ്പം 1-2 വീട്ടുകാർ കാണത്തുള്ളൂ. അവരെന്തുകൊണ്ട് മടങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ, അവർക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വികാരമാണ്. അവരുടെ ഇസ്രായേൽ എന്ന് പറയുന്നത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വസ്തുതയാണ്. യഹൂദൻ എവിടെയായിരുന്നാലും, ലോകത്തിൻ്റെ ഏത് കോണിലായാലും യഹൂദന് ഇസ്രായേൽ ഒരു വികാരം തന്നെയാണ്. നമുക്കറിയാം, അവരുടെ പരദേശി ദേവാലയം കൊച്ചി സിനഗോഗ്, അതിൻ്റെ ദർശനം ജെറുസലേമിലേക്കാണ്. അവർ സിനഗോഗ് ഒരുപാട് ഉണ്ടെങ്കിലും അവർക്ക് പറയാൻ ഒരു ദേവാലയമേ ഉള്ളൂ. അത് ജെറുസലേം ദേവാലയമാണ്. ഇന്ന് ആ ജെറുസലേം ദേവാലയം ഇല്ലെങ്കിലും ഒരു സിനഗോഗുകളിലാണ് അവർ ആരാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന എൻ്റെ സാരം, യഹൂദനെന്നും ജെറുസലേം ഒരു വികാരം തന്നെയാണ്. തിരുവചനത്തിൽ സങ്കീർത്തന ഭാഗങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യെരൂശലേമേ, ഞാൻ നിന്നെ മറന്നു കളഞ്ഞാൽ എൻ്റെ വലം കൈ ചോർന്നു പോട്ടെ. ഞാൻ നിന്നെ ഓർക്കാതിരുന്നാൽ എൻ്റെ നാവണ്ണാവോട് പറ്റിപ്പോട്ടെ. അവർക്കൊന്നും ഇസ്രായേൽ ഒരു വികാരം തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഈ പറയുന്നത്, ജൂതനെ ഞോണ്ടാൻ പോകരുത്, ജൂതനെ ഞോണ്ടാൻ പോകരുതെന്ന് എല്ലാവരും ഈ പറയുന്നത്. കാരണം യഹൂദൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു കരടിക്ക് സമമാണ്. അപ്പം ഇത്രയും മുറിവുകൾ സൂക്ഷിക്കുന്ന, ഇത്രയും അനുഭവങ്ങൾ ഉള്ള ഈ യഹൂദനെ ചൊറിയാൻ ചെന്നു കഴിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കത്തില്ല. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു കരടിക്ക് സമമാണ് ഇന്ന്
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജൂത സമൂഹം. ഇപ്പോൾ ചരിത്രത്തിൽ ഏതാണ്ട് ജൂതവിരോധം എന്ന് പറയുന്നത് ഏതാണ്ട് ഹിറ്റ്ലറോട് കൂടി ഏതാണ്ട് ജൂതവിരോധം ഇല്ലാതായിട്ടുണ്ട്. പക്ഷെ ഇപ്പം നിലവിൽ ജൂതവിരോധം എന്ന് പറയുന്നത് ഇസ്ലാമ്യ തീവ്രവാദികൾക്കാണ്. ഏറ്റവും കൂടുതൽ അടങ്ങാത്ത രക്തദാഹം ഉള്ള ആൾക്കാരാണ് ഈ ഇസ്ലാമ്യ തീവ്രവാദികൾ. നമുക്കറിയാം, ഇസ്രായേൽ ഒരു ഭാഗത്ത് കിടക്കുന്നു. ഇസ്രായേലുമായിട്ട് വളരെയധികം ദൂരം ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ ഇസ്രായേലുമായിട്ട് വ്യോമ അതിർത്തിയില്ല, അതുപോലെ തന്നെ സമുദ്ര അതിർത്തിയില്ല, അതുപോലെ തന്നെ ഇവർക്ക് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കര അതിർത്തിയുമില്ല. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ യഹൂദനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഈ ഒരു ജൂതനെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ് ഈ ഇറാൻ. എന്തിനാണ് ഈ ഇറാൻ ഇത്രമാത്രം ഈ ജൂതവിരോധം? കാരണം അവരുടെ പുസ്തകത്തിലുണ്ട്, ഈ യഹൂദിനെയും ക്രിസ്ത്യാനികളെയും കൊന്നുകളയണം എന്നവരുടെ പുസ്തകത്തിലുണ്ട്. ഈ ജൂതനോട് വിരോധം വെക്കേണ്ടതായിട്ടുള്ള ഒരു കാരണം, ഇവരോട് വൈരാഗ്യം എന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ട യാതൊരു കാരണം ജൂതനും ഇറാനും തമ്മിലില്ല. പക്ഷേ യഹൂദിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ, യഹൂദിന് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തോട് ഒരു വലിയ കടപ്പാടുണ്ട്. ഇറാൻ ചുമ്മാതിരുന്നുകൊണ്ട് ഈ ജൂതനെ ദ്രോഹിക്കുകയാണ്. ഇറാനോട് പക്ഷെ തീരാത്ത വലിയൊരു നന്ദിയും സ്നേഹവും കടപ്പാടൊക്കെ ചരിത്രത്തിൽ യഹൂദനുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ മക്കളെ നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു രാജാവ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് ഇറാഖാണ്, ഇന്നത്തെ ഇറാഖാണ്. പഴയ ബാബിലോണിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖാണ്. ബൈബിളിൽ പറയുന്നത് ഷിനാർ ദേശം എന്നാണ് ആദ്യമായിട്ട് ബാബേലിനെ ബൈബിൾ വിളിക്കുന്നത്. ഷിനാർ ദേശം, ഇന്നത്തെ ഇറാഖ്. അപ്പോൾ ഈ ഇറാഖിൽ ഇസ്രായേൽ മക്കൾ വളരെയധികമായി കഷ്ടം അനുഭവിച്ച് താമസിക്കുമ്പോഴാണ് കോരശ് എന്ന് പറയുന്ന, അതായത് മേധ്യ പാർസ്യ, ഇപ്പോഴത്തെ പേർഷ്യ, അതായത് ഇറാനിലെ കോരശ്, ഈ കോരശ് രാജാവ് വന്ന് ഈ നെബൂഖദ്നേസറിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഈ അവിടെയുള്ള ജൂതന്മാരെ തിരിച്ച് ഇസ്രായേലിലേക്ക് പോകുവാൻ അനുവാദം കൊടുക്കുന്നത് ഇന്നത്തെ ഇറാനാണ്. അതുകൊണ്ട് തന്നെ യഹൂദനെന്നും ഒരു ഇറാനിനോട്, ഇന്ത്യയോട് ഉള്ള ഒരു നന്ദി എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ആൾക്കാരാണ് ഇസ്രായേൽ, അതായത് ജൂതന്മാർ. അതുപോലെ തന്നെ ഈ പറയുന്ന ഇറാനോടും വളരെയധികം നന്ദിയുള്ളവരാണ്. നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയോട് വളരെ നന്ദി എന്തുകൊണ്ട് ജൂതന്മാർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഇന്ത്യയോട് സ്നേഹം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെതറിപ്പോയി കഴിഞ്ഞ് ഇവർക്ക് എന്നും ഇവരുടെ ആരാധന ഇല്ലെങ്കിൽ ഇവരുടെ കൾച്ചർ, ഇവരുടെ ഭാഷ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതിലെ മൂന്നിലേതെങ്കിലും ഒന്ന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ യഹൂദം വന്നപ്പോൾ യാതൊരു നിബന്ധനകളും കൂടാതാണ് ഇവർ വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം ഇന്ത്യയിൽ ഇവർ താമസിച്ചത്. ഇവർക്ക് ആരാധനയ്ക്കോ ഇവരുടെ സിനഗോഗുകൾ പണിയുന്നതിനോ അത് ഇവരുടെ കൾച്ചർ എന്നും ഇവർ സൂക്ഷിക്കുന്നതിനോ ഒന്നും യാതൊരു തടസ്സവും ഇന്ത്യക്കാർ കൽപ്പിച്ചിട്ടില്ല. ഇന്ത്യ എന്നും യഹൂദിനോട് എന്നും സ്നേഹമായിട്ട് തന്നെ ഇന്ത്യ മഹാരാജ്യം അവരോട് ഇടപെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ കുട്ടികൾക്ക്, അവിടുത്തെ ചെറുപ്പം മുതൽ അവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ ഇന്ത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ത്യയോട് നന്ദി ഉള്ളവരായിരിക്കണമെന്നാണ് അവരുടെ കുഞ്ഞു കുട്ടികളെ അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ തന്നെ ഇറാനോടും അവർക്ക് നന്ദിയുള്ളവരാണ്. പക്ഷേ
ഇറാൻ ഇന്ന് മാറിയിരിക്കുന്നു. കാരണം അതൊരു ഇസ്ലാം രാഷ്ട്രമായി അവർ മാറിയതിന് ശേഷം ഇപ്പോൾ അവിടെ ഇസ്ലാമിന് യഹൂദനെ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഇസ്ലാം തീവ്രവാദികൾക്ക് യഹൂദനെ ഇഷ്ടമല്ല. അവരെ കൊന്നുകളയണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അപ്പം നോക്കുക, ഇറാൻ പോലെ ഒരു രാജ്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പലിൻ്റെ മുകളിൽ കൂടി ഇറാൻ അവരുടെ ഡ്രോൺ അയച്ച് വീഡിയോകൾ ചിത്രീകരിച്ചിരുന്നു. എന്നിട്ടിത് അവർ അമേരിക്കയ്ക്ക് തന്നെ ഇത് അയച്ചു കൊടുത്തു. ഞങ്ങൾ ഇത്രയും, അതായത് നിങ്ങളുടെ ഇത്ര അത്യാധുനിക കപ്പലിൻ്റെ വീഡിയോ, അതായത് കപ്പലിനോട് ചേർന്ന് ഞങ്ങളുടെ ഡ്രോൺ പറന്നിട്ടും നിങ്ങൾ അറിഞ്ഞില്ല എന്ന രീതിയിൽ ഈ ഇറാൻ ആ കപ്പലിൻ്റെ ഒരു നിരവധിയായിട്ട് ചിത്രങ്ങളും വീഡിയോകളും പകർത്തി ഇവർക്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതുപോലൊരു രാജ്യമാണ് ഇറാൻ. അമേരിക്കയെ പോലുള്ള വലിയൊരു രാജ്യത്തിനെ വെല്ലുവിളിക്കത്തക്കവണ്ണമായി അത് വളർന്നെന്നാണ് അവരവകാശപ്പെടുന്നത്. ആ രാജ്യത്തിന് ഇസ്രായേലിനെ തൊടുവാൻ കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ അടുത്ത സമയത്ത് നമുക്കറിയാം, ഈ ആണവ നിലയങ്ങൾ അല്ലെങ്കിൽ അണുവായുധങ്ങൾ ലോക രാജ്യങ്ങൾ വികസിച്ച് എടുത്തതോടുകൂടിയാണ് ഈ ലോകത്ത് സമാധാനം ഉണ്ടായത്. അത് എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും ഈ അണുവായുധം വന്നതോടുകൂടിയാണ് ലോകത്ത് സമാധാനമായത്. കാരണം പരസ്പരം യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇത് എല്ലാവരും ഇത് ഉപയോഗിക്കും എന്നുള്ള ചിന്ത എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടായതോടുകൂടി ലോകത്ത് സമാധാനം വന്നതാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഇറാൻ്റെ ഇത്രയും അണുവായുധങ്ങൾ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. കാരണം ഇറാൻ എടുത്ത് തലയിൽ വെച്ചേക്കുന്ന വലിയൊരു തീയെടുത്താണ് ഇറാൻ തലയിൽ എടുത്ത് വെച്ചേക്കുന്നത്. ഇവർക്ക് ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടെങ്കിലും, അതായത് ആണവ നിലയങ്ങൾ ഒരുപാടുണ്ട്, അതെല്ലാം ഭൂമിക്ക് അടിയിലാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ആ ആണവ നിലയം അവർക്ക് തന്നെ വിനയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ആണവ നിലയത്തിന് ചുറ്റുമാണ് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ വന്ന് ബോംബിട്ടിട്ട് പോയത്. ഇപ്പോൾ ഇറാൻ വളരെ അധികമായി ഭയന്നിരിക്കുകയാണ്. ഇത്രയും ആണവ രാജ്യമായ ഇറാൻ ഇസ്രായേലിനെതിരെ ആണവം പ്രയോഗിക്കാനും പറ്റുന്നില്ല, ഇതവിടെ സൂക്ഷിക്കാനും പറ്റുന്നില്ല. ഇസ്രായേൽ ഇത് അറിഞ്ഞിട്ട് അവിടെ വന്ന് ഈ ആണവ നിലയങ്ങളെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള പേടിയിലാണ് ഇറാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. ഇപ്പോൾ നോക്കാം, ആണവ നിലയങ്ങളും ആണവ ആയുധങ്ങളുമുള്ള രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന സമയത്ത്, അതായത് നമുക്കറിയാം ഈ കിം ജോൺ ഉന്നെ പോലുള്ള ഈ നേതാക്കന്മാർ അമേരിക്കയെ വെല്ലുവിളിക്കുന്നുണ്ട്. കാരണം അവരുടെ ആണവ ആയുധങ്ങളുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ വെല്ലുവിളിക്കുന്നത്. ഈ ആണവ ആയുധങ്ങളുള്ള ഇറാൻ ഇപ്പോൾ സമാധാനമില്ല. ഈ വലിയൊരു വലിയൊരു പ്രശ്നം എടുത്ത് ഇവർ തലയിൽ വെച്ചിരിക്കുകയാണ്. ഇത് ഇസ്രായേലിന് നേരെ പ്രയോഗിക്കാനും പറ്റത്തില്ല, ഇത് നശിപ്പിക്കാനും പറ്റത്തില്ല. അങ്ങനൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ ആയുധങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ഇസ്രായേലിൻ്റെ കാര്യത്തിൽ. കാരണം ഇറാൻ ഏതാണ്ട് 300ഓളം ഡ്രോണുകളെ ഇസ്രായേലിലേക്ക് വിട്ടു. സ്വർണം പോലും ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് വീണില്ല. ഹമാസും അതുപോലെ തന്നെ ചുറ്റും കിടക്കുന്ന ഈ രാഷ്ട്രങ്ങളെല്ലാം ഇസ്രായേലിനെ അടിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിന് കാര്യമായ പരുക്കൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയേറെ രാജ്യങ്ങൾ, ഈ ചുറ്റും കിടക്കുന്ന ഇത്രയേറെ രാജ്യങ്ങൾ ഒരേ സമയം വ്യത്യസ്തമാകുന്ന രീതിയിൽ ഇവരെ ആക്രമിക്കുമ്പോൾ ഇതൊന്നും ഇവർക്ക് ഏൽക്കുന്നില്ല എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതൊന്നും യാദൃശ്ചികമല്ല. കാരണം തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, കൊല്ലനെയും സംഹാരകനെയും സൃഷ്ടിച്ചത് ഞാനാണ്, നിനക്ക് എതിരായി വരുന്ന ആയുധം ഫലിക്കുകയില്ല.
നിനക്കെതിരായി വരുന്ന ആയുധം ഫലിക്കയില്ല. കൊല്ലനെയും സംഹാരകനെയും സൃഷ്ടിച്ചത് ഞാനാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു രാജ്യമാണ്. അതിനെ തകർക്കാൻ നോക്കുന്നത് വെറും വ്യർത്ഥമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടും നല്ല ഒരു വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരാം. എല്ലാവർക്കും നന്ദി.